നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ ഇപ്പം രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന, ഡൽഹിയിലൊക്കെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഹിൽ റേഞ്ചാണ് ആരവല്ലി. ഇതൊരു ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻ ആണ്. ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയയുടെ എല്ലാ ഏരിയ നമ്മൾ എടുത്ത് നോക്കിയാലും ഇതിൽ ഏറ്റവും ആദ്യം ഫോം ചെയ്ത ഒരു ഫിസിയോഗ്രഫിക് റീജിയൻ ആണ്. അതായത് ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ഒരു ഹില്ലാണ്, വേൾഡിലെ തന്നെ ഏറ്റവും പഴക്കച്ചെന്ന ഒരു ഹില്ലാണ്. അതായത് ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻ ആണ്. പക്ഷെ അതൊന്ന് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എറോഡ് ചെയ്ത് ഇപ്പോൾ റെസിഡൽ ആയിട്ടുള്ള സ്റ്റേജിലാണ് നിൽക്കുന്നത്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഹിൽ റേഞ്ചാണ്. ഈ ആര്യയുടെ ഒരു വാട്ടർ ഷെഡാണ്. ഒരുപാട് നദികൾ ആരവല്ലി ഹിൽസ് നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബാനാസ്, സബർമതി, ലൂനി തുടങ്ങിയ നദികളൊക്കെ ഒറിജിനേറ്റ് ചെയ്ത് അറേബ്യൻ സീയിലും ബേ ഓഫ് ബംഗാളിലൊക്കെ ആയിട്ടാണ് ഒഴുകിപ്പോകുന്നത്. ഇതിൽ ലൂനി റിവർ എന്ന് പറയുമ്പം ഇൻലാൻഡ് റിവറാണ്. അത് താർ ഡിസേർട്ടിൽ റാൺ ഓഫ് കച്ച് റീജിയനിലാണ് ഇത് ഡിസപ്പിയർ ചെയ്ത് പോകുന്നത്. പിന്നെ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ന്യൂസ് വരാൻ കാരണം സേവ് ആരവല്ലി ക്യാമ്പയിനും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷനും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ പുതിയ ജഡ്ജ്മെൻറ്റും. അതായത് ഇപ്പം പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ 20 മീറ്റർ ഹൈറ്റുള്ള പ്രദേശങ്ങളെയാണ് ഇപ്പം ആരവല്ലി ഹിൽസിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നോട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ 100 മീറ്റർ ഹൈറ്റുള്ള പ്രദേശങ്ങളെ ആരവല്ലി ഹില്ലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളും. ഇപ്പോൾ ഇതൊരു ഗ്രീൻ വാളെന്ന് പറയുകയുണ്ടായി. ഇപ്പം നോർത്ത് ഇന്ത്യയുടെയൊക്കെ ക്ലൈമറ്റിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഹിൽ റേഞ്ചാണ് ആരവല്ലി റേഞ്ച്. സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡിനെയൊക്കെ ബ്ലോക്ക് ചെയ്ത് മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് മഴ എത്തിക്കുന്നതും പിന്നെ ഇതിൻ്റെ വാട്ടർ സോഴ്സും കൂടെയാണ്. ഒരുപാട് പ്രദേശങ്ങളിൽ